ജീവിതത്തിൽ ചില വിഷയങ്ങളുണ്ടല്ലോ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. ഒരു ജീവിതത്തിലെ ഒരു ദിവസം 10 വിഷയം ഉണ്ടെങ്കിൽ 10-ൽ ചിലപ്പോൾ ഒരു 5 വിഷയവും നമ്മുടെ കൈപ്പിടി ഒതുങ്ങണമായിരിക്കത്തില്ല. അപ്പം എന്ത് ചെയ്യണം? സാധാരണ പുരാതന മനുഷ്യൻ, ദൈവമായിട്ട് അടുപ്പമുള്ള മനുഷ്യൻ എന്ത് ചെയ്യും? മനുഷ്യൻ അത് ദൈവത്തെ അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കാൻ വേണ്ടി നോക്കും. ദൈവത്തെ കക്ഷി ചേർക്കണമെന്ന് നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വിഷയത്തിൽ നമ്മുടെ കൈപ്പിടി ഒതുങ്ങണില്ല എന്ന് കണ്ടാൽ പിന്നെ എവിടെ ഒതുങ്ങും? പിന്നെ ദൈവത്തെയാണ് അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ മാത്രമേ അവിടെ നടക്കത്തുള്ളൂ. അപ്പോൾ ദൈവത്തെ ഇടപെടുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ ഇടപെടുത്തണമെങ്കിൽ ചെയ്യേണ്ട പരിപാടി, ദൈവത്തിന് മനസ്സിലാകണം നമ്മൾക്ക് വേറെ ഒരു ചാൻസ്, വേറെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് ദൈവത്തിന് മനസ്സിലാക്കി കൊടുക്കണം. അത് വളരെ തന്ത്രപരമായ ആധ്യാത്മിക തന്ത്രത്തിലുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ തന്ത്രം എന്ന് വെച്ചാൽ കുതന്ത്രം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ആധ്യാത്മികമായ തന്ത്രം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഒരവലംബമില്ലെങ്കിൽ, നമ്മൾക്ക് അവലംബമില്ല എന്നുള്ള കാര്യം. ഇപ്പം ഇന്ന് നീ എന്തെല്ലാം കാര്യം നിനക്ക് ചെയ്യാനുണ്ട്, ചില കാര്യം നിനക്ക് അവലംബമില്ല, ആശ്രയിക്കാൻ ആളില്ല അവിടെ. അപ്പം ആശ്രയിക്കാൻ ആളില്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് എൻ്റെ സഹോദരൻ പറയണം, ഞാനും ഇപ്പം 50 കൊല്ലമായി സഭയിൽ വന്നിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആശ്രയം, എല്ലാ വിഷയങ്ങൾക്കും ആശ്രയം ഉണ്ടാകത്തില്ല. പക്ഷേ ആശ്രയം ഉണ്ടായില്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആശ്രയം ഉണ്ടാക്കി എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് ആളെടുത്ത് ഇവരോട് പറഞ്ഞ് അവരോട് പറഞ്ഞ് അപ്പോൾ മനുഷ്യന്മാരത്തെ നമ്മൾ കളത്തിലിറക്കാൻ നോക്കും. പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ദൈവത്തെ കളത്തിലിറക്കാൻ നോക്കും. ഈ വിഷയത്തിൽ എന്തു ചെയ്യും? അതിനെന്താ മാർഗം? നമ്മൾക്ക് ദൈവമല്ലാതെ വേറെ ആശ്രയമില്ല, മനുഷ്യന്മാരിൽ നമ്മൾ ആശ്രയം വെച്ചിട്ടില്ല എന്ന് ദൈവത്തിനെ ബോധ്യപ്പെടുത്തണം. പാട്ടു